പത്തനംതിട്ട പമ്പ ഫെസ്റ്റിൽ ശ്രദ്ധേയമായി മാറി പൂർവ്വ വിദ്യാർത്ഥിയുടെ ചിത്രപ്രദർശനം. ആലപ്പുഴ മാന്നാർ സ്വദേശി വിപിൻ വി നാഥാണ് മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായി മാറുന്നത്. മാന്നാർ സ്വദേശി വിപിൻ തന്റെ അധ്യാപികയായിരുന്ന ഡോക്ടർ ശ്രീകലയുടെ നിർദ്ദേശത്തിലാണ് കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കാനായി തീരുമാനിക്കുന്നത്. പമ്പ കോളേജിലെ സുവോളജി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് വിപിന്റെ കലാമികവിനെ തിരിച്ചറിഞ്ഞതും വരയ്ക്കാൻ പ്രോത്സാഹനം നൽകിയതും ഇതേ അധ്യാപിക തന്നെ. 15 വർഷമായി KSRTCയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന വിപിൻ ശാസ്ത്രീയമായി ചിത്രരചന പഠിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഇത്തരത്തിലൊരു ചിത്രപ്രദർശനം തീരുമാനിച്ചെങ്കിലും പല കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ വിപിൻ പമ്പ ഫെസ്റ്റിലൂടെ തന്റെ ആഗ്രഹം നേടിയെടുത്തതിന്റെ സന്തോഷവും പ്രിയപ്പെട്ട ടീച്ചറോടുള്ള സ്നേഹവും പങ്കുവെക്കുകയാണ്. ബേസിക്കലി ഞാൻ ചിത്രരചനയൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ ഇടയ്ക്കൊക്കെ വരയ്ക്കുമായിരുന്നു. വരച്ച് വെച്ചിരുന്ന കുറേ സാധനങ്ങൾ ടീച്ചർ പറഞ്ഞു ഇതുപോലെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ എക്സിബിഷനിൽ കുറച്ച് പടങ്ങൾ പ്രദർശിപ്പിക്കാതെ പോയിരുന്നു. സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നത്. അത്ര വലിയൊരു ചിത്രരചനക്കാരൻ അല്ലെങ്കിൽ കൂടി എൻ്റെ പഠിച്ച കോളേജിൽ തന്നെ ആദ്യമായിട്ടൊരു പ്രദർശനം സംഘടിപ്പിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ കുത്തിവരകൾ എന്ന പേരിലാണ് പ്രകൃതിയെ ക്യാൻവാസിൽ മനോഹരമാക്കി വിപിൻ ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലും അങ്കണവാടികളുടെ ചുവരുകളിലും കുട്ടികളെ ആകർഷിക്കുന്നതിനായി ചിത്രങ്ങൾ വരയ്ക്കുന്ന വിപിൻ ഇത് തികച്ചും സേവനമായാണ് ചെയ്യുന്നത്. ബുധനൂർ സ്കൂളിലെ വർണ്ണക്കൂടാരം ഒരുക്കിയതും വിപിനാണ്. 11 വർഷമായി പക്ഷി നിരീക്ഷണവും ശലഭ നിരീക്ഷണവും ചെയ്യുന്ന വിപിൻ ഇപ്പോൾ മെന്റലിസവും അഭ്യസിക്കുന്നുണ്ട്. പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഈ കലാകാരൻ നിരവധി കഥകളും കവിതകളും രചിച്ചിട്ടുണ്ട്. അത്ഭുതമാണ് ഇത്തരം മനുഷ്യർ. കഴിവുകൊണ്ട് കണ്ണിൽ കാണുന്നതിലെല്ലാം കലയുണ്ടെന്ന തിരിച്ചറിവുണ്ടാക്കുന്നവർ. നമ്മുടെ ചുറ്റിലും വിപിനെ പോലെ എത്രയെത്ര കലാകാരന്മാർ. ഇത്തരം കലാകാരന്മാരുടെ കഴിവുകൊണ്ട് കൂടുതൽ മനോഹരമാവുകയാണ് പത്തനംതിട്ടയിലെ പമ്പ ഫെസ്റ്റും. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.